ഇന്നലെ രാത്രിയോടെയായിരുന്നു തിരുവല്ലം ഇടയാറിൽ ഒരു 500 വർഷത്തോളം പഴക്കമുണ്ടെന്ന് കരുതുന്ന ഒരു വീട് കത്തി നശിച്ചത്. പൂർണ്ണമായും തടിയിൽ നിർമ്മിച്ച മേൽക്കൂര ഒഴികെ ബാക്കിയെല്ലാം പൂർണ്ണമായും തടിയിൽ നിർമ്മിച്ച ഒരു വീടായിരുന്നു. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള വീട്. ഏതാണ്ട് അത് കത്തി പൂർണ്ണമായും അതിൻ്റെ അടിസ്ഥാനം മാത്രം ശേഷിക്കുന്ന തരത്തിലേക്ക് കത്തി തീർന്നിരിക്കും. ഇപ്പോഴും തീ പൂർണ്ണമായും അണഞ്ഞിട്ടില്ല. 400 വർഷത്തിലേറെ പഴക്കമുണ്ട്, ഏതാണ്ട് 500 വർഷത്തോളം പഴക്കമുണ്ട് എന്നാണ് ഇതിൻ്റെ ഉടമസ്ഥർ പറയുന്നത്. തൊട്ടടുത്തൊരു ക്ഷേത്രവുമുണ്ട്, കുടുംബക്ഷേത്ര നാരകത്തറ കുടുംബത്തിൻ്റേതാണിത്. തിരുവിതാംകൂറിൻ്റെ ചരിത്രവുമായൊക്കെ ബന്ധമുള്ള ഒരു വീടും ഒരു സ്ഥലവും കൂടിയാണിത്. ആ ക്ഷേത്രത്തിന് എന്തോ ഭാഗ്യത്തിന് ആ ഭാഗത്തേക്ക് തീ പടർന്നില്ല, അത് അണയ്ക്കാൻ കഴിഞ്ഞിരുന്നു. വൈകിട്ട് 6 മണി വരെ ഇവിടെ ക്ഷേത്രത്തിൽ ഇന്നലെ വിളക്ക് കത്തിച്ചതിനാൽ തന്നെ, ക്ഷേത്രം തുറന്നതിനാൽ തന്നെ ഇവിടെ 6-6:30 മണി വരെ ആളുണ്ടായിരുന്നു. അതിനുശേഷം 7:30 മണിയോട് കൂടിയാണ്, ഏതാണ്ട് 7:30 മണിയോട് കൂടിയാണ് തീപിടുത്തം ഉണ്ടായതെന്നാണ് നാട്ടുകാരൊക്കെ പറയുന്നത്. ഈ കുടുംബക്കാരുമൊക്കെ ഇവിടെ ഉണ്ട്. എന്താണ് ഈ ഒരു നാരകത്തറ ക്ഷേത്രവും ഈ തറവാടിൻ്റെയൊക്കെ ഒരു ചരിത്രം എന്താണ്? അച്ഛൻ്റെ ഫാമിലി ടെമ്പിളാണ്. എന്നിട്ട് ഇത് തലമുറകളായിട്ട് ഇങ്ങനെ ഇവിടെ താമസക്കാരുണ്ടായിരുന്നു. അപ്പച്ചിക്ക് അന്നത്തെ മരുമക്കത്തായിരുന്നു, അപ്പച്ചിക്കാണ് കിട്ടുന്നത്. ഇളയ അപ്പച്ചിയുടെ താമസം ഉണ്ടായിരുന്നു. ഈ അടുത്ത കാലത്ത് ഇവിടെ നിന്ന് മാറിപ്പോയി. അപ്പോൾ ഈ ക്ഷേത്രത്തിൽ നിന്നാണ് കൊടിയും കയറും പരശുറാം ടെമ്പിളിൻ്റെ ഫെസ്റ്റിവലായിട്ട് ബന്ധപ്പെട്ട് പോകുന്നത്. പരശുറാം ടെമ്പിളിന് ഇപ്പോൾ വരും, തിലാത്തിൽ വരും. തിലാത്തിൽ ആറാട്ടിൽ അവസാനിക്കുന്ന മേജർ ആറാട്ട് അല്ല, മേജർ ഇത് മറ്റേ ചെറിയ പൈങ്കിടി ആറാട്ടല്ല, വലിയ ആറാട്ട്. ആ ആറാട്ടിൽ വേണ്ടുന്ന ഫെസ്റ്റിവൽ 10 ദിവസത്തേക്ക് തുടങ്ങുമ്പോൾ ഇവിടുന്ന് കൊടിയും കയറും പൂജ വെച്ച് ഇവിടുന്ന് കൊണ്ടു കൊടുക്കണം. അതൊരു റൈറ്റാണ്, റോയൽ റൈറ്റാണ്. അത് കഴിഞ്ഞിട്ട് 10-ൻ്റെ അന്ന് ആറാട്ട് നടക്കുമല്ലോ, ആറാട്ട് മണ്ഡപത്തിൽ ഒരു ശംഖുമുഖത്ത് പുര കെട്ടി കൊടുക്കണം. ആ പുരയിലാണ് വിഗ്രഹങ്ങൾ കൊണ്ടുവയ്ക്കുന്നത്. അത് കഴിഞ്ഞ് അത് പൊളിച്ച് അവിടുത്തെ നാട്ടുകാർ കൊണ്ടുപോകണമെന്നാണ് പഴയ അവരുടെ അറിയാമല്ലോ, തിട്ടൂരം എന്ന് പറഞ്ഞാൽ അതാണ്. ഇത് പണ്ട് രാജഭരണകാലത്ത് തന്നെയുള്ള ഒരിതാണ്. ഈ തറവാടിനത് വരാൻ കാരണം എന്താണ്? അതിൻ്റെ ഹിസ്റ്ററിയെക്കുറിച്ച് ശരിക്കും അച്ഛൻ്റെതാണെങ്കിലും ഞാൻ കേട്ട് കഴിയുമ്പോൾ മാത്രമേ ഉള്ളൂ. വാട്ട് എക്സാക്ട്ലി എന്നുള്ളത് എനിക്കും പറയാനൊക്കത്തില്ല. അത് നമ്മൾ ഇനി വേണമെങ്കിൽ മതിലകർ റെക്കോർഡ്സിൽ കയറി നോക്കണം. മാർത്താണ്ഡവർമ്മയായിട്ടൊക്കെ അങ്ങനെയൊക്കെ റിലേറ്റഡ് ആയിട്ട് പറയുന്നുണ്ട്. എനിക്ക് അത് പറയുമ്പോൾ ഇങ്ങനെ ഒരു ചാനലിൽ പറയുമ്പോൾ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞേ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് മതിലകർ റെക്കോർഡ്സിലൊന്ന് നോക്കാം. അതേ ഉള്ളൂ. ഇതുവരെ നോക്കിയിട്ടില്ല, നോക്കണമെന്ന് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നു. എന്തായാലും ഇവിടെ ആരും ഇല്ലായിരുന്നു. പെട്ടെന്ന് തീ കത്തി ഒരു 9:30 ആയപ്പോൾ എൻ്റെ ആൾക്കാർ വന്ന് പറയുന്നു കത്തുന്നു പറയുന്നു. അപ്പം ഞാൻ വന്നപ്പോൾ തന്നെ ആളി കത്തിക്കൊണ്ടിരിക്കുകയാണ്, ഒരു രക്ഷയില്ല. പിന്നെ ഇടയറ ഒരു ഐലൻഡാണ്, അതിലൊരു ബ്രിഡ്ജ് കണ്ടല്ലോ നിങ്ങൾ, ആ ഇരുമ്പ് പാലം കുറേ കാലമായിട്ട് കിഫ്ബി പാലം വരുമെന്ന് പറയുന്നു, വന്നില്ല. അത് കാരണം ഫയർ സർവീസിൻ്റെ വലിയ വണ്ടി വരാൻ പറ്റിയില്ല. അതാണ് ഒരു പ്രധാന. എങ്കിലും ഒരു പരിധി വരെ കുറച്ചുകൂടെ രക്ഷിക്കാമായിരുന്നു. പക്ഷേ ഫയർ അപ്പോഴേ ഹൈറ്റിലായിക്കഴിഞ്ഞു. അവർ പരമാവധി ശ്രമിച്ച്, നാട്ടുകാർ ഒരുപാട് പേര് വന്ന് വെള്ളമൊക്കെ കോരി ഒഴിച്ച്. അങ്ങനെ ഒരു 1:30 ആയപ്പോൾ 12:30 അവർ പോയി, ഞങ്ങൾ 1:30 പോയി. ഈ കെട്ടിടത്തിൻ്റെ ഒരു പഴക്കവും രീതിയൊക്കെ എങ്ങനെയാണ്? ഒരു 3 അങ്കണമുണ്ട് ഇതിനകത്ത്. അതായത് ഒരു അങ്കണമാകുമ്പോൾ നമ്മൾ 4 കെട്ടെന്ന് പറയും. ഇതിനകത്ത് 3 അങ്കണമുണ്ട്. അപ്പോൾ 8 കെട്ടായിരിക്കണം. അപ്പോൾ അത് കുറച്ചൊക്കെ ഒന്ന് ഈ സിമെൻ്റൊക്കെ പിന്നെയുള്ള മോഡിഫിക്കേഷനാണ്. ആദ്യം അതല്ലായിരുന്നു. പിൽക്കാലത്ത് വന്നവർ കുറച്ചൊക്കെ വൃത്തിയാക്കി താമസം. ഒരു 3 കുടുംബം താമസിച്ചുകൊണ്ടിരുന്നു. അവരെല്ലാം സ്പ്ലിറ്റ് ചെയ്ത് പോയി, മരിച്ചുപോയി. ഒരാൾ ഇനി ഉണ്ട്. അദ്ദേഹത്തിൻ്റെ സിസ്റ്ററിനും കൂടാണ് ഇപ്പോൾ ഉള്ള ഷെയർ. അവരൊന്നും ഇവിടെ താമസം ഇല്ലിപ്പോൾ. അപ്പോൾ വരും, പൂജകൾ നടത്തും, ആയില്യം നടത്തും, ചൊവ്വ പൂജ നടത്തും, വെള്ളി പൂജ നടത്തും. പിന്നെ ഇതുപോലെ ആറാട്ട് സംബന്ധിച്ചുള്ള കാര്യങ്ങൾക്ക് വരുമ്പോൾ കൊടിക്കൂറ, അത് കൊടിയേറ്റെന്നാണ് പറയുന്നത്, അതിന് വരും. ഇത്രയേ നടക്കുന്നുള്ളൂ. അപ്പോഴാൾ കാണും. പിന്നെ തൂക്കാനൊക്കെ ആൾക്കാർ വരും. അല്ല, സെക്യൂരിറ്റി ആയിട്ട് ആരും ഇല്ല. പൂർണ്ണമായിട്ടും തടിയായിരുന്നു മേൽക്കൂര ഒഴികെ. ഇതുപോലെ ഇരിക്കും, ഇതേപോലെ വുഡൻ വാൾസും ബാക്കി അതേപോലത്തെ ചെവിരുകളുമാണ്. പഴയ മൺകട്ട, ബാക്കിയെല്ലാം തടിയാണ്. അതാണ് ഈ ഫയർ കൂടാനുള്ള യഥാർത്ഥ കാരണം. അതിൽ കിട്ടിയപ്പം കൂര പനയുടെ നമ്മുടെ ഇതുണ്ടല്ലോ, കഴുക്കോലൊക്കെ, പിന്നെ വളരെ വണ്ണമുള്ള ഈ അതിൻ്റെ ഉത്തരവും മറ്റു കാര്യങ്ങളൊക്കെ, കഴുക്കോലും ഉത്തരവും പട്ടിയിലുമൊക്കെ പനയിലൊക്കെ അടിച്ചതിന് പനയും പ്ലാവും അതൊക്കെ അതിനുള്ള സൗകര്യങ്ങളുള്ളതുകൊണ്ട് ഉണ്ടായിരുന്നു. ഇത് ഓലയായിരുന്നു, അത് ഓലയായിരുന്നു. പിൽക്കാലത്ത് അസൗകര്യം വന്നപ്പോൾ അത് ഓടാക്കി. ഇത് ചൂട് കാരണം ഷീറ്റാക്കി. അവർ ഓട് താങ്ങത്തില്ല, ചൂടല്ല വെയിറ്റ് താങ്ങത്തില്ല. അങ്ങനെയാണ് ഷീറ്റ് ഇടാനുള്ള കാരണം. ശരിക്കും ഒരു പുരാവസ്തു ആ ഗണത്തിലേക്ക് പെടുത്താവുന്ന ഒരു കെട്ടിടമായിരുന്നു. അങ്ങനെ എന്തെങ്കിലും നോട്ടിഫൈ ചെയ്തോ? അങ്ങനെ ഇന്ത്യാക്ക് ഒരിക്കൽ വന്നതാണ് ഇവിടെ, ഇന്ത്യ ഗവൺമെൻറ്. ഇന്ത്യക്കാർ വന്നിട്ട് പറഞ്ഞു വി ക്യാൻ പ്രൊട്ടക്ട് ദിസ് എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഫാമിലി മെമ്പേഴ്സ്
അന്ന് ഞങ്ങൾക്ക് കിട്ടൂലല്ലോ, അച്ഛൻ്റെ സൗകര്യമാർക്കല്ലേ കിട്ടത്തുള്ളൂ. അവരെടുത്ത് പറഞ്ഞപ്പോഴത്തേക്ക് അവർക്കും അറിയത്തില്ല വാട്ട് ഈസ് ഇൻടാക്ക്, എങ്ങനെയാണ് ഇത് പ്രൊട്ടക്റ്റ് ചെയ്യണത്, ചിലപ്പോൾ ഞങ്ങൾ ഇന്ത്യ ഗവൺമെൻറ് ഏറ്റെടുത്തുള്ളയോ എന്നൊക്കെയുള്ള ഭയം കൊണ്ട് ഒന്നും മിണ്ടിയില്ല. പെർമിഷൻ എടുത്ത് ഡൽഹി കൊടുത്താൽ മതി എന്ന് അന്ന് പറഞ്ഞിരുന്നു ലേഡി ഇവിടെ വന്നിരുന്നു. അങ്ങനെ ഒരു സംഭവം വർഷങ്ങൾക്ക് മുമ്പ് നടന്നിട്ടുണ്ട്. എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, പറഞ്ഞിട്ട് കാര്യമില്ല, അത് പോയി. വേറെ എന്തെങ്കിലും പഴയ പാത്രങ്ങളോ അങ്ങനെ എന്തെങ്കിലും കൊണ്ടോ അതിൻ്റെ അകത്ത്? അങ്ങനെ ഉരുളികൾ, വിളക്കുകൾ, അങ്ങനെയൊക്കെ ഉള്ള പഴക്കമുള്ളത് സ്റ്റോറേജ് ഏരിയ ഉണ്ടായിരുന്നു, വളരെ പഴക്കമുള്ളത്. ഈ റൂമിലാണ് സ്റ്റോറേജ് ഏരിയ. ഓയിലൊക്കെ കണ്ട, ഓയിൽ വെക്കുന്ന പാട്ട ആൾക്കാർ വിളക്ക് കത്തിക്കാനായിട്ടൊക്കെ. അത് ആ ഏരിയയിൽ നല്ല ഫയർ ഉണ്ടായിരുന്നു. കാരണം ഫയർ വന്ന് ഓയിൽ കിട്ടിയാൽ പിന്നെ അല്ല എങ്ങനെ സംഭവിച്ചു എന്നുള്ളതിന് ഒരു ഇതുമില്ല. ഷോർട്ട് സർക്യൂട്ട് ഒരു ധാരണയില്ല. ഷോർട്ട് സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ ഫ്യൂസ് ഊരി വയ്ക്കുമെന്നാണ് പറയുന്നത്. എൻ്റെ ഫസ്റ്റ് കസിനാണ് വന്ന് ഫ്യൂസ് ഊരി വയ്ക്കുന്നത്. പുള്ളി ആയില്യത്തിൻ്റെ അന്ന് ഫ്രൈഡേ ഇവിടെ ഉണ്ടായിരുന്നു. ഇവിടെ കിടന്ന് ഈ ഫ്യൂസൊക്കെ ഊരി വെച്ചിട്ട് വീട്ടിൽ കരവളത്ത് പോയി കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ സംഭവിക്കുന്നു. അറിഞ്ഞ് ഞങ്ങൾ നാട്ടുകാരൊക്കെ വന്നു, പക്ഷേ ഒന്നും ചെയ്യാൻ ഒക്കില്ല. വേറെ സംശയം അട്ടിമറി അങ്ങനെ ഒന്നും എന്നുവെച്ചാൽ കാരണം ഒരു തരത്തിലും വേറെ പറയുന്നുണ്ട്. മുമ്പൊരു പയ്യനുണ്ട്, നമുക്കിപ്പോൾ കാണാതെയോ ഒരു ചുമ്മാ ഒരു സംശയം എന്നുള്ള അല്ലാതെ കറങ്ങി നടക്കുമെന്നൊക്കെ അവൻ കറങ്ങി നടക്കാറുണ്ട്. ഇവിടെ അവൻ വന്ന് വിളക്കെടുത്തിട്ടുണ്ട്, ഉരുളി ഓടിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. അങ്ങനെ ചെറിയ നാശനഷ്ടങ്ങളൊക്കെ അവൻ ചെയ്തിട്ടുണ്ട്. അവർ പോലീസ് കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ട്. അവൻ ചില മെൻ്റലി ഇതാണെന്ന് പറഞ്ഞിട്ട് എസ്കേപ്പ് ചെയ്യും. ഇനിയിപ്പോൾ അവനാണെങ്കിൽ പോലും തിങ്സ് ആർ ഗോഡ്. ഇനി ഫോറൻസിക് വന്ന് നോക്കിയാൽ വല്ലതും ഉണ്ടെങ്കിൽ അറിയാൻ പറ്റും. ഉണ്ടാവും തോന്നുന്നു. അല്ല, പോലീസ് കംപ്ലൈൻറ്റ് ഇപ്പോൾ പോവും. ഇപ്പം എൻ്റെ കസിൻ വന്നു കഴിഞ്ഞാലേ അവരല്ലേ ഓണേഴ്സ്, അവരല്ലേ കംപ്ലൈൻറ്റ് റേസ് ചെയ്യേണ്ടത്. അവർ വന്ന് പോലീസ് സ്റ്റേഷനിൽ ഇപ്പോൾ റേസ് ചെയ്യും, കംപ്ലൈൻറ്റ് റേസ് ചെയ്യും. നോക്കാം എല്ലാവരും പോകണ്ടൊക്കെ പോയി. അതുതന്നെ ഏതായാലും നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു കെട്ടിടം, അങ്ങനെ പൗരാണിക പുരാവസ്തു സംരക്ഷിത സ്മാരകമായി പോലും മാറ്റേണ്ടിയത് കെട്ടിടമെന്നൊക്കെയാണ് മനസ്സിലാവുന്നത്. അത്രയധികം പഴക്കമുള്ളൊരു കെട്ടിടമാണ്. വീട് മാത്രമല്ല, അതിനൊപ്പം ഈ നേരത്തെ പറഞ്ഞ പോലെ വിളക്കുകളും പഴയ പാത്രങ്ങളും ഒക്കെ ഇതിൽ കത്തിനശിച്ചു. ഏതാണ്ട് പൂർണ്ണമായും ഇവിടെ കത്തിനശിച്ചൊരു അതിൻ്റെ അടിസ്ഥാനം മാത്രമായി മാറിയിരിക്കുന്നു. ഏതായാലും ഇതിലൊരു അട്ടിമറി സാധ്യതയുണ്ടോ, എങ്ങനെ സംഭവിച്ചു? കാരണം ഈ ഷോർട്ട് സർക്യൂട്ട് എന്ന സംശയമുണ്ടെങ്കിലും വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചിട്ടാണ് ഇവിടെ നിന്ന് ആണ് പോയതെന്ന് പറയുന്നു. അങ്ങനെയെങ്കിൽ എങ്ങനെ ഷോർട്ട് സർക്യൂട്ട് എന്ന കാര്യത്തിലൊക്കെ സംശയമുണ്ട്. ഏതായാലും പോലീസിൻ്റെ അന്വേഷണവും ഫയർഫോഴ്സിൻ്റെ അന്വേഷണവും ഒക്കെ പുരോഗമിക്കുകയാണ്.